ദേ ക്ലോക്കിൽ സമയം 12:30 ഈ ഉച്ച നേരത്തെ ഈ 12:30 സമയം കാണിച്ചിട്ട് എന്താ പറയുക ഉദ്ദേശിക്കണമെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണും കേട്ടോ, അപ്പം മനസ്സിലാവും ഇതിലൊരു ട്വിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. ഈ 12:30ക്കാണ് ഞാൻ എഴുന്നേറ്റത്. ഇന്ന് ഞാൻ പീരിയഡ്സ് ആയതുകൊണ്ട് ഒന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. അത് എണീക്കാൻ കാരണം അമ്മ വന്ന് വിളിക്കുകയാണ് ചെയ്തത്. മോളെ ഭക്ഷണം കഴിക്കുക, ഒന്നും കഴിച്ചില്ല എന്നിട്ട് 2 ട്രിപ്പ് വന്ന് വിളിച്ചു. ഞങ്ങളെല്ലാവരും കാത്തിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അതേ അമ്മയുടെ കൂടെ വന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ചോറൊക്കെ കഴിച്ചു. ഉച്ചയൂണാട്ടോ കഴിച്ചത്. അതിനുശേഷം അമ്മ എനിക്ക് മുടിയൊക്കെ ചീവി തന്നു, ചെടൊക്കെ തീർത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചെറിയച്ഛൻ്റെ വരവ്. ചെറിയച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ. ചെറിയച്ഛൻ വരുമ്പോൾ എപ്പോഴും ചക്ക, മാങ്ങ, അല്ലാന്നുണ്ടെങ്കിൽ കോവക്കായ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്കവാറും എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് ചെറിയച്ഛൻ കൊണ്ടുവരാറ്. പിന്നെ എല്ലാം എൻ്റെ വീട്ടുകാരല്ല കേട്ടോ, അതാണ് ഇതിലെ ഒരു ട്വിസ്റ്റ്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ്. ഞാൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്ന സമയത്ത് എനിക്കൊരു വാക്ക് തന്നിരുന്നു, നിന്നെ ഞാൻ രാജ്ഞിയെ പോലെ നോക്കാം എന്ന് പറഞ്ഞത്. അത് സ്വത്ത് കൊണ്ട് പണം കൊണ്ടൊന്നും അല്ലായിരുന്നു. ഇന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, ഇവിടെ ശരിക്കും ഞാനൊരു കുഞ്ഞു രാജ്ഞി തന്നെയാണ്. എന്നെ സ്നേഹിക്കാൻ എൻ്റെ വീട്ടിലേക്കാട്ടും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ സത്യം പിന്നെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ജീവിതം പോയപ്പോൾ. പക്ഷെ അതിലൊക്കെ എനിക്ക് നന്ദിയാണ് ദൈവത്തോട്. ഇത്ര എന്നെ സ്നേഹിക്കുന്ന ഒരമ്മയും, ഒരമ്മയല്ല കേട്ടോ, സോറി, 3-4 അമ്മമാർ, അതേപോലെ ചെറിയച്ഛൻ, ഒരുപാട് പേര്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അതേപോലെയാണ്, ഫുൾ സപ്പോർട്ടാണ്. ഒരു പെൺകുട്ടിക്ക് ഇത്രയും സമാധാനത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയാമെന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതുപോലെ എല്ലാ കുടുംബത്തിലും മരുമക്കളെ സ്വന്തം മകളെ പോലെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്, നിങ്ങളോട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.